മണർകാടിന് പിന്നാലെ കോട്ടയം പായിപ്പാടും താറാവുകൾക്ക് പക്ഷിപ്പനിയെന്ന സംശയം. താറാവ് കർഷകനായ ഔസേഫ് മാത്യുവിൻ്റെ 2500 താറാവുകൾ ചത്തുപോയി. താറാവുകളുടെ സാമ്പിൾ പരിശോധനയ്ക്കായി തിരുവല്ല മഞ്ഞാടിയിലെ ലാബിലേക്ക് അയക്കുമെന്നറിയുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. എന്തായാലും മണർകാട് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക ഏകദേശം അവസാനിച്ചു എന്ന് കരുതുമ്പോഴാണ് ഇപ്പോൾ പായിപ്പാട് ഒരു കർഷകന്റെ 2500ഓളം താറാവുകൾ ചത്തിരിക്കുന്നത്. നമുക്ക് ഈ ആലപ്പുഴയുമായി അടുത്ത് കിടക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ പക്ഷിപ്പനിയാണോ എന്നൊരു സംശയം ഉണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ഈ വെറ്റിനറി ഡോക്ടർമാരെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത്. മഞ്ഞാടിയിലെ കേന്ദ്രത്തിലേക്ക് സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ലഭിച്ചതിന് മാത്രമേ ഇത് പക്ഷിപ്പനിയാണോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. മണർകാട് ഫാമില് 9000-തോളം കോഴികളാണ് ചത്തത്. അതെല്ലാം തന്നെ കൃത്യമായി ഇന്നലെ സംസ്കരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മണർകാടിന്റെ 11, 12, 13 വാർഡുകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 1 കിലോമീറ്റർ ചുറ്റളവിൽ. അതിന് സമാനമായ രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം പായിപ്പാട് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് പക്ഷിപ്പനിയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. ഈ കർഷകർക്കൊക്കെ വലിയൊരു നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു ഇടപെടലും അടിയന്തരമായി ഉണ്ടാകണമെന്നൊരു ആവശ്യം കൂടി ഈ കർഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.